This call is now being recorded. So in the last offline class, we were discussing about the regional blocks, as I said earlier at the beginning. The last regional block which we discussed was BRICS. നമ്മൾ 6 regional blocks ആണ് നിങ്ങൾക്ക് basically പഠിക്കാനുണ്ടെന്ന് already പറഞ്ഞിരുന്നു. It was the first one was NAFTA, second one was European Union, that is EU, and the third one was SAARC. It is a regional bloc of Asian countries, especially South Asian countries, then ASEAN, and the fifth one was BRICS, which we discussed in detail in the last class. And today we will be confining our discussion with regard to this topic, regional bloc, complete out with the topic OPEC. ഈ OPEC എന്ന് പറയുന്ന ഈ ടോപ്പിക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ after that we will be moving on to some international institutions which are playing an important role in the international trade as well as in the international business. കുറച്ച് ഇന്റർനാഷണൽ ഏജൻസീസ് ആണ്. സി ഈ ഇന്റർനാഷണൽ ഏജൻസീസ്, അതായത് ഇനി പറയാൻ പോകുന്ന ഈ OPEC കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന ഇന്റർനാഷണൽ ഏജൻസീസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, they were asked for essay questions as well as for your 5 mark questions. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള അഫിലിയേറ്റ്സ്, വേൾഡ് ബാങ്കിൻ ഗ്രൂപ്പിനകത്ത് വരുന്ന സബ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഏജൻസീസും പിന്നെ അവരുടെ റോൾ, വാട്ട് ഇസ് ദ റോൾ പ്ലേഡ് ബൈ ദം ഫോർ fostering international business. So moving on to the first area, that is OPEC. It is the organization of the petroleum exporting countries. Petroleum export ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു റീജിയണൽ ബ്ലോക്ക് ആണ് OPEC. Then the OPEC, the basic requirement, അല്ലെങ്കിൽ ഈ OPEC എന്ന് പറയുന്ന ഒരു റീജിയണൽ ബ്ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണം തന്നെ, in order to unify the petroleum related policies, അതായത് പെട്രോളിയം ആൻഡ് പെട്രോളിയം പോളിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് യൂണിഫോമിലി തീരുമാനിക്കുക. ദാറ്റ് ഇസ് ടു മേക്ക് ഇറ്റ് യൂണിഫോം among the countries which are being entered. Then start the year, it was in 1960. Already, as I said, you have to take note of the year, who are the member countries and what are their objectives. ഇത്രയും കാര്യമാണ് നമ്മൾ ഒരു റീജിയണൽ ബ്ലോക്കിനകത്ത് മനസ്സിലാക്കേണ്ട basic things. And here with regard to OPEC, it is 1960. And while the formation of this regional bloc, there were 5 member nations. 5 member countries ആണ് ഉണ്ടായിരുന്നത്. 5 member countries. And the 5 member countries were all of developing in nature. 5 രാജ്യങ്ങളും ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരുന്നു. The name of those nations were, it is very important, OPEC ആയതുകൊണ്ട് തന്നെ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഓഫ് ഫ്യൂവൽ പ്രൈസും എല്ലാം ഉള്ളതുകൊണ്ട് the regional bloc is having some important. Iran, Iraq, then Saudi Arabia, Kuwait, and Peninsula. These are not slides, this is a whiteboard, so I won't be sharing anything with you. You just take down the notes while I am dictating the same. അപ്പോൾ ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി, അപ്പോൾ ഇയർ പറഞ്ഞു, ഇറ്റ് ഈസ് 1960.
The member countries are 5 members and they are the developing nations. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ ട്രൈ ചെയ്തിരുന്നോ? അതെ മിസ്, ഒരെണ്ണത്തിന്റെ പേര് എഴുതിയില്ല, ഒരു കൺട്രിയുടെ പേരില്ല. കുവൈറ്റ് എഴുതിയിട്ടില്ല. കുവൈറ്റ് എഴുതി. Okay, fine. And the fifth one was Kuwait. Thank you. ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പെട്രോളിയം പോളിസീസ് യൂണിഫൈ ചെയ്യുക. ഇൻ ഓർഡർ ടു യൂണിഫൈ ദ പോളിസീസ് റിലേറ്റിംഗ് ടു ദി പെട്രോളിയം പ്രോഡക്ട്സ്, അതായിരുന്നു ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് OPEC വാസ് ടു യൂണിഫൈ ദ പോളിസീസ് റിലേറ്റിംഗ് ടു ദി പെട്രോളിയം പ്രോഡക്ട്സ് ആൻഡ് പെട്രോളിയം ട്രേഡ്. ബേസിക്കലി പ്രൈസിംഗ് പോളിസീസ് ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് 5 മെമ്പർ നേഷൻസ് വെച്ചിട്ടാണെങ്കിലും ലേറ്റർ ഓൺ 10 മെമ്പർ കൺട്രീസ് വേർ ആഡഡ് ടു ദിസ് ഗ്രൂപ്പ്. 10 രാജ്യങ്ങളും കൂടി ലേറ്റർ ഓൺ വേർ ആഡഡ്. Then the textbook which you are having with you had a detailed note. നിങ്ങളുടെ സിലബസ് കരിക്കുലം റിലേറ്റ് ചെയ്തിട്ടുള്ള കല്യാണി പബ്ലിഷേഴ്സ് ബുക്കിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വർഷവും ഈ പെർട്ടിക്കുലർ ഓർഗനൈസേഷന് വന്ന ചേഞ്ചസും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവർക്ക് കാരണം ഈ പെട്രോളിയം റിലേറ്റഡ് പ്രോഡക്ട്സിന്റെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ, പ്രൈസ് ഫിക്സേഷൻ, അങ്ങനെ പോളിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളെ വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഇല്ല. ദർ ഇസ് ഓൺലി എ മെയിൻ ഒബ്ജക്റ്റീവ് ഫോർ OPEC. Hope it is clear. If you have any doubt with regarding to the same, you can ask me. പിന്നെ ഒരുപാട് രാജ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് OPEC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ സിറ്റ് ചെയ്യണം എന്നുള്ളത് it is been decided or its secretariat, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ OPEC-ക്ക് ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, ഒരു നിയമമുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ റീജിയണൽ ബ്ലോക്ക് അവരുടേതായ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉള്ളതാണ്. അപ്പൊ ആസ് പെർ ദ സ്റ്റാറ്റ്യൂട്ട് ദേ വിൽ create the secretariat, that is ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്, then where to focus or where to situate the headquarters എന്നൊക്കെ അവര് ഡിസൈഡ് ചെയ്യാറുണ്ട്. ഇറ്റ് ഇസ് ബേസിക്കലി ടേം വൈസ് ആണ്. ആൻഡ് പ്രസന്റ്ലി ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ്, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലാണ്. Okay. And after OPEC, the basic or the very important topic in your syllabus is the promotional role played by IMF. Very important. Promotional role played by IMF. ആദ്യം നമ്മൾ പ്രൊമോഷണൽ റോൾ പറയാൻ പറ്റില്ല. ഫസ്റ്റ് യു നീഡ് ടു നോ വാട്ട് ഇസ് IMF, അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്, എങ്ങനെയാണ് IMF ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വി ക്യാൻ എൻറ്റർ ഇൻ ടു ദ പ്രൊമോഷണൽ റോൾ പ്ലേഡ് ബൈ IMF. വാട്ട് ഇസ് ദ പ്രൊമോഷൻ? എന്തിന്റെ പ്രൊമോഷൻ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ പ്രൊമോഷണൽ റോൾ പ്ലേഡ് ബൈ IMF ഇൻ ഓർഡർ ടു ഇൻക്രീസ് എന്താണ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡും ആ ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസ് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന റോളാണ് ഈ പ്രൊമോഷണൽ റോൾ പ്ലേഡ് ബൈ IMF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. World War, in order to start with what is IMF, the international market exchange rate determination പല പല സ്റ്റേജസിലാണ്. നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ്ലി ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. ആ ഒരു റിഗിമിനെ ബേസിക്കലി ഗോൾഡിന്റെ വാല്യൂവിന്റെ ബേസിസിലൊക്കെ ആയിരുന്നു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ
first thing you need to know is there was some issues in the international market during the post world war. വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് with regard to the fixation of exchange rate in the international market. And in order to have an effective and a systematic international monetary system, a conference called Bretton Woods Conference, IMF എഴുതിയാൽ IMF-നെ കുറിച്ച് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ, or while you are explaining about IMF or its formation or anything which is related to IMF, you have to mention about Bretton Woods Conference, because as per the decision അല്ലെങ്കിൽ ഈ ഒരു കോൺഫറൻസിന്റെ ഔട്ട്കം ആണ് എന്ത് എന്ന് പറയുന്നത് the formation of IMF, അല്ലെങ്കിൽ IMF രൂപീകരിക്കാം എന്ന് തീരുമാനമെടുത്ത ഒരു കോൺഫറൻസ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ദിസ് കോൺഫറൻസ് ബേസിക്കലി addressed the issues in the international market while fixing the exchange rate. എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സേഷനിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു കോൺഫറൻസ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. അതിനു മുന്നേ ഒക്കെ നമുക്ക് കുറെ ഇന്റർനാഷണൽ നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്ട് ബുക്കിനകത്ത് ഇത് ദാറ്റ് ഇസ് ദ കരിക്കുലം ബുക്കിനകത്ത്, കല്യാണി പബ്ലിക്കേഷൻസിന്റെ ബുക്കിനകത്ത് there is a chapter called chapter 3 that is international monetary system. എങ്ങനെയാണ് മോണിറ്ററി സിസ്റ്റം എന്നും അതിനകത്ത് ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ദ പ്രൈം ഓഫ് ഈസിയ ഇസ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിനൊക്കെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വാസ് ഗോൾഡ്. മോണിറ്ററി സിസ്റ്റം വാസ് ഗോൾഡ് ബേസ്ഡ് ആയിരുന്നു എല്ലാം. അതിനെയാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗവൺമെന്റ് കറൻസിയുടെ വാല്യൂ ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദി ഗോൾഡ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദി ഗോൾഡ്. എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് ബേസ്ഡ് ഓൺ ഗോൾഡ് ആണ്. അതിനെയാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദി ബ്രിട്ടൻ വുഡ്സ് ഓർ IMF is equal to ബ്രിട്ടൻ വുഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വേറൊന്നിനുമല്ല, ഇന്റർനാഷണൽ ട്രേഡിംഗിൽ ഉണ്ടായിരുന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് വേൾഡ് വാറിൽ നടത്തിയ ഒരു കോൺഫറൻസ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. അതിൽ നിന്നും IMF രൂപീകരിക്കാൻ തീരുമാനിച്ചു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴായാലും കൊമേഴ്സ് സ്റ്റുഡൻസ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദി IMF വാസ് ഫോംഡ് ഇൻ ദി ഇയർ 1945. ഒന്നിന്റെ ഇയർ എഴുതിയില്ലേലും IMF-ന്റെ ഇയർ ഓർത്ത് വെക്കുക. എപ്പോഴും ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് IMF. അപ്പൊ ബേസിക് പർപ്പസ് ഓഫ് IMF ഇസ് ടു റെഗുലേറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഓക്കെ, റെഗുലേറ്റ് എക്സ്ചേഞ്ച് റേറ്റ്സ്. Rates to facilitate international transaction. Or international trading activities. When the IMF was formed, there were 29 member nations. 29 രാജ്യങ്ങളായിരുന്നു member nations. When at the time of formation, it was 29 countries. And here the post World War period എന്ന് പറയുന്നത് it is വേൾഡ് വാർ 2 ശേഷമുള്ള പീരീഡിനെയാണ് മെൻഷൻ ചെയ്യുന്നത്.
And the last member joined IMF was in the year 2020. 2020-ലാണ് ഏറ്റവും ലാസ്റ്റ് മെമ്പർ കൺട്രി ജോയിൻ ചെയ്യുന്നത് in the IMF. If you visit the IMF-ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓരോ രാജ്യങ്ങളും എന്നാണ് ജോയിൻ ചെയ്തത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. വാഷിംഗ്ടൺ DC-യുടെ ഭാഗമായി വാഷിംഗ്ടണിന് നിയർ ബൈ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ആൻഡോറ എന്ന് പറയുന്ന രാജ്യമാണ് ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത ലാസ്റ്റ് നേഷൻ എന്ന് പറഞ്ഞ IMF-ന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ പേരൊന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും when it was formed there are 29 member nations എന്ന് പറഞ്ഞു, and now it is 190. very important, there are 190 member nations in IMF. നിങ്ങൾ നോക്കുന്ന ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചിരിക്കും, ചില ടെക്സ്റ്റ് ബുക്ക് അത് മീൻസ് അവർ അപ്ഡേറ്റ് ചെയ്ത് എഴുതുന്നതിനനുസരിച്ചിരിക്കും. ഐ ആം സ്പീക്കിംഗ് ഫ്രം എന്താണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് IMF-ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം there are 190 member nations currently on roll in IMF. ഈ നമ്മൾ പറഞ്ഞു ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ഉണ്ട് who are playing role in the international trade, but why IMF is having a significant importance? എന്തുകൊണ്ടായിരിക്കും? കാരണം ഇപ്പൊ വേൾഡ് ബാങ്ക് ഉണ്ട്, അതുപോലെ ഒരുപാട് WTO ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആർ there who are playing a leading role in the international trade അല്ലെങ്കിൽ international business. Why so much significance is given അല്ലെങ്കിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് IMF-ന് കിട്ടാനുള്ള കാരണം എന്താ? Because as I said earlier, international monetary system or international monetary system speaks about the exchange of monetary transaction അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടത്തുന്നത്. അപ്പൊ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ was the prima facie it is having a system called gold standard. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ കൊളാപ്സോട് കൂടി അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, വിച്ച് പേവ്ഡ് ദി വേ ടു ദി ക്രിയേഷൻ ഓഫ് IMF ഓർ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന് കൊണ്ടുവന്നു. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ IMF ഇസ് ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് പ്ലേയിങ് എ ലീഡിംഗ് റോൾ ഇൻ ദ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന് ഒരു വലിയ ക്രൂഷ്യൽ റോളാണ് ആർക്കുള്ളത്? IMF-നുള്ളത്. So it is the central institution in the international monetary system. And why IMF? അല്ലെങ്കിൽ IMF എന്താണ് അവർ ചെയ്യുന്ന ഫങ്ഷൻ? The basic function of IMF is to prevent crisis in the system. എന്ത് സിസ്റ്റം? ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തില് ക്രൈസിസ് അവോയ്ഡ് ചെയ്യുക, ആസ് വെൽ ആസ് ടു ഹാവ് സൗണ്ട് എക്കണോമിക് പോളിസീസ്. നല്ല എക്കണോമിക് പോളിസീസ് രാജ്യങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ആസ് ദ വേർഡ് സേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ആ ഒരു വാക്കിലെ ഫണ്ട്, എഫ് എന്ന് പറയുന്ന ആ പോർഷൻ ഫണ്ട്, ആ കാര്യം തന്നെയാണ് അവര് പിന്നീട് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്രൈസിസ് അവോയ്ഡ് ചെയ്യുക ബൈ എൻകറേജിങ് ദ കൺട്രീസ് ടു അഡോപ്റ്റ് സൗണ്ട് എക്കണോമിക് പോളിസീസ്. എക്കണോമിക് പോളിസീസ് എടുക്കുമ്പോൾ സൗണ്ടായ എക്കണോമിക് പോളിസീസ് എടുത്തുകൊണ്ട് ക്രൈസിസ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ട എല്ലാ അഡ്വൈസസും സപ്പോർട്ടും ആര് ചെയ്തു കൊടുക്കും? ദി IMF വിൽ ബി പ്രൊവൈഡിങ്. ആൻഡ് ദി സെക്കൻഡ് തിങ് അവർ ചെയ്യുന്നത്, ആസ് ദ വേർഡ് സേസ് ഓർ ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഇസ് എ ഫണ്ട് ഓർ ദേ ആർ ടാപ്പിംഗ് എ ഫണ്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്
in order to finance for temporary purpose, അതായത് വളരെ അത്യാവശ്യമായിട്ട് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് രാജ്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു മീറ്റ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രിയം, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഇഷ്യൂസ്, ചെറിയ ചെറിയ സഹായങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് പൂൾ ചെയ്യും. അതാണ് പിന്നീട് IMF ചെയ്യുന്ന കാര്യം. അപ്പൊ ഫസ്റ്റ് വൺ ഇസ് ക്രൈസിസ് വരാതെ നോക്കാനായിട്ട്, ടു പ്രിവെന്റ് ദ ക്രൈസിസ് എമംഗ് ദ മെമ്പർ നേഷൻസ് ഹു ആർ പാർട്ട് ഓഫ് IMF. അതിനുവേണ്ടി IMF എക്കണോമിക് പോളിസീസ് എടുക്കുമ്പോഴെല്ലാം സൗണ്ടായ എക്കണോമിക് പോളിസീസ് എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസസ് കൊടുക്കും. സെക്കൻഡ് തിങ് വാട്ട് ദേ ഡസ് ഇസ് ചെറിയ ചെറിയ സഹായങ്ങൾ, ബേസിക്കലി ബാലൻസ് പേയ്മെന്റ് പോലുള്ള സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഹൗ ദേ ആർ ഫൈൻഡിങ് ദ ഫണ്ട്, IMFന്റെ ഫണ്ട് വേണ്ടേ? They used to create the fund by tapping it from the members itself. ടെമ്പററി ആയിട്ട് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് ടെമ്പററി ഹെൽപ്പ് മാത്രമേ കൊടുക്കുള്ളൂ. അതിനുള്ള ഫണ്ടും they will source it from the members itself. ഇപ്പൊ നമ്മൾ പറഞ്ഞു there are 190 member nations എന്ന് പറഞ്ഞു അല്ലെ. How this membership is given? ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ IMF-ൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു രാജ്യത്തിന് പ്രത്യേകിച്ച് അങ്ങനെ എന്താണ് ക്രൈറ്റീരിയ കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ട റീജിയണൽ ബ്ലോക്സ് അല്ലെങ്കിൽ തൊട്ടു മുന്നേ കണ്ടതിലൊക്കെ നമുക്ക് ഒരു നേച്ചറിന്റെ ബേസിസിൽ, ചിലപ്പോ ജോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിസിൽ, ഇപ്പൊ ഏഷ്യൻ കൺട്രീസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പെട്രോളിയം പ്രോഡക്ട്സ് കൂടുതലായിട്ടും ഇന്റർനാഷണൽ ട്രേഡിൽ എൻഗേജ് ചെയ്യുന്നവരെല്ലാം കൂടെ ചേർന്ന് ദേ ആർ ക്രിയേറ്റിംഗ് എ റീജിയണൽ ബ്ലോക്ക്. പക്ഷെ ഇവിടെ IMF-ൽ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ്, അങ്ങനെ ഒരു റീജിയൻ ഓർ എ പ്രോഡക്റ്റ്, ഇന്റർനാഷണൽ ട്രേഡിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റോ അങ്ങനെ ഒന്നും ഒരു വേറെ വ്യത്യാസമില്ല. വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ ഇസ് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ, അതായത് ഏത് രാജ്യത്തിനും IMF-ൽ മെമ്പർഷിപ്പ് എടുക്കാം, provided they fulfill the obligations of membership. IMF കുറച്ച് കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം പാലിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IMF-ന്റെ ഭാഗമാവുന്ന രാജ്യം, a member nation which is the part of IMF can only be part of World Bank. That is, the membership in IMF is a prerequisite for World Bank. വേൾഡ് ബാങ്കിന്റെ ഭാഗമാവണമെങ്കിൽ യു നീഡ് ടു ബി എ പാർട്ട് ഓഫ് IMF ഫസ്റ്റ്. As well as WTO, അങ്ങനെ ഒരുപാട് പിന്നീട് വരുന്ന ഇന്റർനാഷണൽ ഏജൻസീസിന്റെ എല്ലാം ഭാഗമാകാനും, ആൻഡ് ഓൾസോ ഫോർ മെയിൻറ്റെയിനിങ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി നേഷൻസ് വി നീഡ് ടു ഹാവ് മെമ്പർഷിപ്പ് ഇൻ ദി IMF. IMF-നെ പറ്റി, IMF-ന്റെ ഫോർമേഷൻ ഇസ് ദി ഔട്ട്കം ഓഫ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ആൻഡ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് എന്തിനാണ് നടത്തിയത്? World War II കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളെല്ലാം ഒരുപാട് എക്കണോമിക് ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ഹൗ ടു ഓവർകം ദ ഇഷ്യൂസ് ഫേസ്ഡ് ആഫ്റ്റർ ദ World War II, എക്കണോമിക് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടി നടത്തിയ കോൺഫറൻസ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. അപ്പൊ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഔട്ട്കം ആയിട്ടാണ് IMF രൂപീകരിക്കപ്പെട്ടത്. ആൻഡ് ഇറ്റ് ഇസ് ഫോംഡ് ഇൻ ദി ഇയർ 1945. തുടക്കത്തിൽ 29 നേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പ്രസന്റ്ലി there are 190 nations. So this is all about a short introduction about IMF.
പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിനെ തന്നെ പറയാനായിട്ട് ഒരുപാടുണ്ടാവും. Moving on to the what are the objectives of IMF? Very important. What are the objectives of IMF? എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ? What is its basic purpose? So objectives പറയുകയാണെങ്കിൽ the first thing is നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. We are talking about international monetary system. And international monetary systemത്തിന്റെ control. Exchange control and to avoid devaluation of currencies. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ കറൻസീസ് എന്ത് ചെയ്യാൻ പാടില്ല? അവോയ്ഡ് കോമ്പറ്റീറ്റീവ് ഡീവാലുവേഷൻ. Devaluation, as you know, stronger കറൻസീസിനെ വെച്ച് നോക്കുമ്പോൾ ചില കറൻസീസിന്റെ വാല്യൂ എന്ത് ചെയ്യപ്പെടും? കുറയപ്പെടും. അതിനാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡീവാലുവേഷൻ അവോയ്ഡ് ചെയ്യാം. അതാണ് വൺ among the മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് IMF. So first one is to avoid competitive devaluation. To avoid competitive devaluation and exchange control. Competitive devaluation and exchange control. Second is to establish and maintain currency convertibility with stable exchange rate. കാരണം ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം മാനേജ് ചെയ്യാനാണ് IMF വന്നത്. അല്ലെങ്കിൽ IMFന്റെ ഇമ്പോർട്ടൻറ്റ് റോൾ ഇസ് പ്ലേഡ് ഇൻ ദ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. അപ്പൊ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡിംഗ് റോളാണ് കറൻസി കൺവേർട്ടബിലിറ്റി. സോ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ currency convertibility. Currency convertibility with stable exchange rate. With stable exchange rate. And the third important objective is multilateral, to develop multilateral trade. What is multilateral? Enta multilateral. What is unilateral? Either you can unmute and answer, or you can just post in the chat box. We are discussing the chapter titled multilateral agreements and institutions. That's why I asked what is multilateral. എന്താണ് അത് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. I have already given a small two idea. countries വരുന്ന agreements അല്ലേ മിസ്? Yes. Multilateral means it is an agreement or the participation എന്ന് പറയുന്നത് മൾട്ടി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be more than 2 nations. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചിന്തിക്കുക,
the unilateral എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be trade restrictions in that. എന്നുവെച്ചാൽ ഒരു രാജ്യം ഒരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും, പക്ഷെ വേറൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മേ ബി എക്സ്പോർട്ടിങ് ടു US ആൻഡ് US-ലേക്ക് നേരെ തിരിച്ച് China will be doing some other thing. Unilateral means there will be only one directional trade happens in that. Okay, lateral എന്ന് പറയുന്ന portion is about the direction. പക്ഷെ ചിലപ്പോൾ ഒരു രാജ്യമായിട്ട് എക്സ്പോർട്ടിൽ മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ, മറിച്ച് തിരിച്ച് വേറൊരു രാജ്യമായിട്ട് ഇമ്പോർട്ടിൽ മാത്രമായിരിക്കും. There won't be a export as well as import taking place in unilateral thing. But when it is a case of multilateral negotiations, രാജ്യങ്ങൾ തമ്മിൽ രണ്ട് ഡയറക്ഷൻ ഞാൻ പറഞ്ഞത്, there will be a giving as well as a buying. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എക്സ്പോർട്ട് നടത്താം, ഇമ്പോർട്ട് നടത്താം. അതായത് 2-way ഡയറക്ഷണൽ ട്രാൻസാക്ഷൻ നടക്കും. അത് മാത്രമല്ല, പിന്നീട് മൾട്ടിലാറ്ററലിനെ മൾട്ടിലാറ്ററൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be more than 2 nations involved in that. അപ്പൊ ഇവിടെ നമ്മൾ IMF-ന്റെ മൾട്ടിലാറ്ററൽ ട്രേഡ് പേയ്മെന്റും പറയുമ്പോൾ ടു ഡെവലപ്പ് മൾട്ടിലാറ്ററൽ ട്രേഡ് ആസ് വെൽ ആസ് ടു ഫോസ്റ്റർ ഇറ്റ്സ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ്. ട്രേഡ് മാത്രം നടന്നാൽ പോരല്ലോ, രാജ്യങ്ങൾ തമ്മിൽ ഗിവ്സ് ആൻഡ് ടേക്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതും പ്രോപ്പർലി സെറ്റിൽമെന്റ് നടക്കുന്നുണ്ടോ എന്ന് ആര് എൻഷുർ ചെയ്യും? ദി IMF will be ensuring that whether multilateral trade takes place as well as their payments are being made. Then very important thing which I have forgot to mention while I am discussing the introductory part of IMF. The IMF is treated as guardian of good conduct. IMF-ന്റെ അല്ലെങ്കിൽ ആ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ ഒരു ടൈറ്റിൽ ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഗാർഡിയൻ ഓഫ് ഗുഡ് കണ്ടക്ട് എന്നൊരു ടൈറ്റിൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതൊരു ഫണ്ടാന്ന് പറഞ്ഞു. അത് ടെമ്പററി ആയിട്ട് ആ ഫണ്ട് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് സെറ്റിൽമെന്റ്സിനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദി IMF is also concerned or treated as guardian of good conduct, because the member nations gets a support like a guardian. പക്ഷേ രാജ്യങ്ങൾക്ക് ഒരു ഗാർഡിയൻ എങ്ങനെയാണോ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അതുപോലെ IMF will be acting for member countries. അതുകൊണ്ടാണ് IMF-നെ ഗാർഡിയൻ ഓഫ് ഗുഡ് കണ്ടക്ട് എന്ന് പറയുന്നത്. The main objective ആണ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ there are some subsidiary objectives or the objectives are as well as ഞാൻ അന്ന് പറഞ്ഞ പോലെ you can rephrase and use them as functions. You can go through the remaining objectives, അതായത് സബ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കല്യാണി പബ്ലിഷേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8.12 they have mentioned the same. So you can just quickly go through the sub objectives. Main objective 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എക്സ്ചേഞ്ച് കൺട്രോൾ, ദാറ്റ് ഇസ് കോമ്പറ്റിറ്റീവ് ഡിവാലുവേഷൻ അവോയ്ഡ് ചെയ്യുക, എക്സ്ചേഞ്ച് കൺട്രോൾ. Then establish and maintain currency convertibilities with a stable exchange rate. Exchange rate fluctuation ഓട് കൂടെയല്ല, സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, as well as to develop multilateral trade and payment.
Then what you need to know next is the organizational structure of IMF. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഐ ആം പുട്ടിങ് എന്താണ് നിങ്ങൾക്ക് ആ പ്രൊമോഷണൽ റോൾ പ്ലേഡ് ബൈ IMF എന്ന് പറയുന്നതാണ് ദ മെയിൻ ടോപ്പിക് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ യുവർ സിലബസ്. ബട്ട് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇൻ എ ബെറ്റർ മാനർ ഞാൻ അതിനകത്ത് കുറച്ച് ഇൻപുട്സും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യം IMF എന്താണെന്നുള്ളത് ജസ്റ്റ് ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വിത്തിൻ വൺ പാരഗ്രാഫ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. ദെൻ യു ജസ്റ്റ് മൂവ് ഓൺ ടു ദി ഒബ്ജക്റ്റീവ് ആൻഡ് അത് കഴിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടത് ദ സ്ട്രക്ചർ ഓഫ് IMF, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ബോർഡ് ഓഫ് ഗവേണേഴ്സ്. വാട്ട് ഇസ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് IMF? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പറയുമ്പോൾ ദർ ഇസ് 6 പാർട്സ് ആയിട്ടാണ് അത് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് IMF-ന്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നവരാണ് ബോർഡ് ഓഫ് ഗവേണേഴ്സ്. Board of Governors. Second one, Board of Governors എന്നോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ ഡിസിഷൻ മേക്കിംഗ് ഓർഗൻ ഓഫ് ദ IMF. ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ ഹയസ്റ്റ് ബോഡിയാണ്. നിങ്ങളിപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ എന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. ആ ഹൈറാർക്കി പോലെ ഏറ്റവും ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ബോർഡ് ഓഫ് ഗവേണേഴ്സ്. And they makes the most powerful decisions of relating to IMF. Board of Governors എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ IMF is a part of UNO. അതാ ഞാൻ പറഞ്ഞ ഈ IMF-നെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും there are several points arises. UNO-യുടെ ഒരു അഫിലിയേറ്റഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ് IMF. IMF is an autonomous organization affiliated to UNO. അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് the first one is Board of Governors and it is the highest body which makes the important decisions relating to IMF. And the Board of Governors നാത്ത് വരുന്നത് ഒരു ഗവർണർ and an alternate governor. Who is the governor and who is the alternate governor എന്ന് പറയുന്നത് each member country appoints. Mostly ഒരു ഇപ്പൊ ഇന്ത്യ sorry പവർ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. സോ ദി ഗവർണർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഗവർണർ വിൽ ബി മോസ്റ്റ്ലി ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നേഷൻ. ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഗവർണർ എന്ന് പറയുന്നത്. സോറി ദി ഗവർണർ ഓഫ് സോറി ദ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ ഒരു ഗവർണറും ഒരു ഓൾട്ടർനേറ്റ് ഗവർണർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ദ ഗവർണർ ഹൂ ഷുഡ് ബി ദ ഗവർണർ എന്നുള്ളത് അല്ലെങ്കിൽ ദി അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഗവർണറോ ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എക്സിക്യൂട്ടീവ് ബോർഡ്. ബോർഡ് ഓഫ് ഗവർണേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എക്സിക്യൂട്ടീവ് ബോർഡ് ആണ്. സിൻസ് ലാപ്പിലെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഐ ആം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദി ക്ലാസ് ഫ്രം ഹിയർ. സ്ട്രക്ചറും പിന്നെ ആ പ്രൊമോഷണൽ റോളും ഐ വിൽ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. If you have any doubts, you can ask me. മനസ്സിലായി മിസ്.